പാല തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF. ജോസ് കെ മാണിക്ക് 5000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മാണി സി കാപ്പൻ 5000-നും 6000-നും ഇടയിൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. NDAയുടെ കണക്ക് പ്രകാരം മാണി സി കാപ്പൻ 3-ാം സ്ഥാനത്താണ്. ഷോൺ ജോർജിലൂടെ ത്രികോണ മത്സരം ശക്തമായ മണ്ഡലത്തിൽ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് NDAയും. അഖിൽ കെ ചേരുന്നു. അഖിൽ, പറയൂ. റോഷി, കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് പാല എന്ന് പറയുന്നത്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ജോസ് കെ മാണി ഇത്തവണ വീണ്ടും മത്സരിക്കുന്നു. അതും വീണ്ടും മാണി സി കാപ്പനെതിരെ എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പും അതിനുശേഷം തെരഞ്ഞെടുപ്പും ഒഴിച്ചാൽ മറ്റെല്ലാ കാലത്തും കേരള കോൺഗ്രസ് എമ്മിനൊപ്പം അടിയുറച്ച് നിലയുറപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് പാല എന്ന് പറയുന്നത്. ആ മണ്ഡലം കഴിഞ്ഞ തവണ കൈമോശം വന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു തവണ കൂടി കൈമോശം വന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിൽ തന്നെയാണ് ഇത്തവണ മാണി വിഭാഗമുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെ മാണി വിഭാഗം വെച്ച് പുലർത്തുന്നുമുണ്ട്. കാരണം ഇത്തവണ എന്തായാലും മണ്ഡലം തങ്ങളെ കൈവിടില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 5000-ലധികം വരുന്ന ഭൂരിപക്ഷം മണ്ഡലത്തിൽ നിന്നും ലഭിക്കുമെന്ന വിശ്വാസം തന്നെയാണ് പങ്കുവെക്കുന്നത്. അതേ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ 10000-ന് മുകളിൽ ഭൂരിപക്ഷം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ 5000-നും 6000-നും ഇടയിൽ ഭൂരിപക്ഷം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് മാണി സി കാപ്പന്റെ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ 2000 ചില്ലുവാനും വോട്ടിനാണ് വിജയിക്കുന്നത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 15000-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് മാണി സി കാപ്പൻ പാലയിലേക്ക് പോകുന്നു. അതായത് മാണി സി കാപ്പനെ പാലക്കാർക്ക് മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ പ്രധാനമായും ഈ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ LDF ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 2016-ലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്ന 24,000 കുത്തനെ 10,000-ആയി കുറഞ്ഞു എന്നുള്ളതാണ്. ആ 15,000 14,000-ഓളം വരുന്ന വോട്ടുകൾ, ആ വോട്ടുകളാണ് മാണി സി കാപ്പൻ ലഭിച്ചതെന്നും BJP വോട്ടുകൾ ബൾക്കായി മാണി സി കാപ്പൻ എത്തി, അതുകൊണ്ട് വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പക്ഷേ അത് തന്നെയാണ് ഇത്തവണ പാലാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ LDFന്റെ പ്രധാന പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം ഷോൺ ജോർജിന്റെ വരവോട് കൂടി തന്നെ ഈ BJPയുടെ വോട്ടുകൾ കൃത്യമായി BJP NDAയിലേക്ക് എത്തുകയും അതിലൂടെ വിജയിച്ച് മുന്നേറാൻ കഴിയുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മാണി വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ അത് കാപ്പന് പോകാതെ ഇത്തവണ ഷോൺ ജോർജിന് പോകുമെന്ന ഒരു കണക്കൂട്ടൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലത്തിൽ വിജയം ഉറപ്പ് എന്ന കാര്യം തന്നെയാണ് എന്തായാലും LDF കണക്ക് കൂട്ടുന്നത്. റോഷി, ശരി, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.